കാറിൽ നിന്നിറങ്ങി അർജുൻ സത്യഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അത് മുകളിൽ നിൽക്കുന്ന വിഷ്ണുവിന്റെ അനിയത്തി കാണുകയാണ്. അർജുനെ കണ്ട് സന്തോഷത്തോടെ താഴേക്ക് ഓടിയിറങ്ങി വരികയാണ് വിഷ്ണുവിന്റെ അനിയത്തി. മുറ്റത്തെത്തിയ ഇരുവരും പരസ്പരം അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രീതി എന്ന് അർജുനും വിളിക്കുമ്പോൾ വിളി കേൾക്കുകയാണ് പ്രീതി. വീണ്ടും അർജുൻ കഴിഞ്ഞ കാല കഥകളൊക്കെ ഓർമ്മിക്കുകയാണ്. അവരൊക്കെ അർജുന്റെ വീട്ടിലേക്ക് വന്നപ്പോഴുള്ള കാര്യങ്ങൾ. വിഷ്ണുവിനെയും അമ്മയെയും അച്ഛനെയും കൂട്ടി പ്രീതിയും അർജുനും അകത്തേക്ക് കയറുമ്പോൾ അർജുന്റെ അമ്മയും അനിയത്തിയും താഴേക്ക് ഇറങ്ങി വരികയാണ്. പക്ഷെ എല്ലാവരെയും കാണുമ്പോൾ അമ്മയുടെയും പെങ്ങളുടെയും മുഖഭാവമൊക്കെ മാറുകയാണ്. അവർ ചോദിക്കുകയാണ്, ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്, എന്താണാവോ പെട്ടെന്ന് ഇങ്ങോട്ടത്തേക്ക്. നേരം സത്യഭാമ പറയുകയാണ്, ഇതൊക്കെ ഒരു ചടങ്ങല്ലേ വസുമതി, അതൊക്കെ ഒരു സന്തോഷം. മകൾക്കൊരു കുഞ്ഞുണ്ടായി കാണുന്നതിനേക്കാൾ എന്ത് സന്തോഷമാണ് ഒരമ്മയ്ക്ക് വേറെയുള്ളത്. നേരം വസുമതി പറയുകയാണ്, അതെ അതെ, സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ. കേട്ട് വിഷ്ണുവിന്റെയും അച്ഛന്റെയും വിഷ്ണുവിന്റെയും ഒക്കെ മുഖം മാറുകയാണ്. വസുമതി പറയുകയാണ്, എന്നാലും ഇതൊത്തിരി കടന്ന കൈയായി പോയി എന്ന് ഞാൻ എന്റെ മോനോട് പറയുകയായിരുന്നു. ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുകയാണ് വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും. സത്യഭാമ പറയുകയാണ്, മനസ്സിലായില്ല. നേരം വിഷയം മാറ്റാനായി അർജുൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ആരും ഇരിക്കുന്നില്ലേ, ഈ കോഫി കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, അതോ തണുത്തത് എന്തെങ്കിലും. നേരം വിഷ്ണുവിന്റെ അനിയത്തി പ്രീതി പറയുകയാണ്, അതൊക്കെ ഞാൻ നോക്കിയും കണ്ടും കൊടുത്തോളാം അർജുനേട്ടാ. ഇവരെ ഇന്ന് ഊണ് കഴിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് വിടൂ ഞാൻ. പക്ഷെ അതൊന്നും അർജുന്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഇഷ്ടപ്പെടുന്നില്ല. സത്യഭാമ സെർവന്റായ ജയോട് പറയുകയാണ്, ജയ ആ ഗിഫ്റ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് വെക്ക്. നേരം വസുമതി അർജുനോട് പറയുകയാണ്, നീ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊക്കെ ഇരിക്കു കേട്ടോ എന്നും പറഞ്ഞ് വസുമതി അർജുനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. വസുമതി ചോദിക്കുകയാണ്, എന്താണ് നിന്റെ ഉദ്ദേശം. ഉദ്ദേശമോ മനസ്സിലായില്ല. നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെയും പെറ്റിട്ട് അതിന്റെ നൂലുകെട്ടും പട്ടാവശ്യവും നടത്തിയങ്ങ് വാഴാൻ നിനക്ക് എന്താ എത്ര ധൃതി എന്നാണ് ഞാൻ ചോദിച്ചത്. എടുത്ത് വസുമതി സംസാരിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, ഛേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ദേഷ്യപ്പെട്ട് വീണ്ടും വസുമതി പറയുകയാണ്, സംസാരിക്കാതെ പിന്നെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായടാ നാണം കെട്ടവനെ. ഇതിനിടയ്ക്ക് നിനക്കെന്താ ഭാര്യയ്ക്ക് വിശേഷമുണ്ടാക്കാൻ ഇത്രയ്ക്ക് ധൃതി. അന്നേരം അർജുൻ പറയുകയാണ്, ഛേ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക, അവരൊക്കെ കേൾക്കും. കേൾക്കണം, കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഒരു പെണ്ണ് പുര നിറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കെട്ടണ്ട കെട്ടണ്ട എന്ന് നിന്നോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാണ്. അപ്പോഴവൻ കയറ് പൊട്ടിച്ചു നിൽക്കുവാണ്. ഭർത്താവാകാൻ വേണ്ടി കണ്ണടച്ച് തുറക്കുന്ന നേരത്തിൽ അവൾക്കിതാ വയറ്റിലും ഉണ്ടാക്കി. ആ കുട്ടി പിശാചും കൂടി ഉണ്ടായാൽ നിനക്ക് എത്ര ഉണ്ടാവുമടാ അമ്മയുടെയും പെങ്ങളുടെയും കാര്യത്തിലുള്ള ഉത്തരവാദിത്വം. പറയുകയാണ്, അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അമ്മേ. സുമതി പറയുകയാണ്, ചെയ്തു, നീ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. ഇന്നൊരുത്തി കണ്ണും കൈയും കാണിച്ചപ്പോൾ പെറ്റ തള്ളയും പെങ്ങളും പടിക്ക് പുറത്ത്. അവൻ അവളെയും കെട്ടി ഇവിടെ രാജവാഴ്ച. പറയുകയാണ്, അമ്മേ മതി, അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്. ഉടൻ ചിത്രയുടെ കല്യാണം നടത്തണം, അത്രയല്ലേ വേണ്ടൂ. അത്ര തന്നെ, പക്ഷെ അതങ്ങനെ എളുപ്പം നടക്കില്ലല്ലോ. നീ മനസ്സ് വെച്ചാലല്ലേ അത് നടക്കൂ. അതിനിടയിലാണ് ഈ വിശേഷമുണ്ടാക്കല്. അമ്മേ മതി, പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയണ്ട. ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് അമ്മ പറയാ. ശരി, എന്നാ ഞാൻ പറയുന്നത് കേൾക്കുമോ നീ. അക്ഷരം പ്രതി അനുസരിക്കണം. എന്താ പറ്റുമോ നിനക്ക്. അമ്മ പറ, ഞാൻ കേൾക്കട്ടെ. പറയാം, ഇപ്പോ നീ നിന്റെ ഭാര്യയുടെ വയറ്റിൽ കൊടുത്ത ആ വിഷജന്തുവിനെ പറിച്ചെറിയണം. ഇത് കേട്ട് അന്തം വിടുകയാണ് അർജുൻ. പക്ഷേ അർജുന്റെ അനിയത്തി ചിത്ര അത് കേട്ട് സന്തോഷിക്കുകയാണ്. തൽക്കാലം നീ ഒരു ഭർത്താവായാൽ മതി, അച്ഛനാകേണ്ട. അയാൾ വെറുതെ സെന്റി അടിച്ച് അതിന്റെ പുറകെ പോവും നീ. ഇപ്പോഴാകുമ്പോൾ കാര്യം എളുപ്പമാണ്, ഇപ്പോ കുരുത്തതല്ലേ ഉള്ളൂ, എളുപ്പം നശിപ്പിക്കാം. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പ്രീതിയെയും അർജുനെയുമാണ്. അർജുൻ പറയുകയാണ്, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. എന്നെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഒരു കടന്നു പോകില്ല എന്റെ ജീവിതത്തിൽ. പക്ഷെ നീ എന്നെ മറന്നു കളഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ. പറയുമ്പോൾ ഇല്ല എന്ന് തലയാട്ടുകയാണ് പ്രീതി. അതിനുശേഷം അർജുന്റെ കൈ പിടിക്കുകയാണ് പ്രീതി. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് സത്യഭാമയുടെ വണ്ടി എത്തുകയാണ്. വണ്ടി കണ്ടപ്പോൾ തന്നെ പേടിച്ച് അർജുന്റെ കൈ വിടുകയാണ് പ്രീതി. കാറിൽ നിന്ന് ഇറങ്ങുന്ന സത്യഭാമ രൂക്ഷമായി നോക്കുകയാണ് അർജുനെയും പ്രീതിയെയും. വീണ്ടും കാണിക്കുന്നത് അർജുന്റെ വീട്ടിൽ വസുമതിയും അർജുനും തമ്മിൽ സംസാരിക്കുന്നതാണ്. ആ കുഞ്ഞിനെ നശിപ്പിക്കണം എന്ന് പറയുന്നത് സത്യഭാമ കേൾക്കുന്നതാണ്. അർജുന്റെ അമ്മ പറയുന്നത് കേട്ട് വസുമതി എന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. സത്യഭാമ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താ നീ ഇപ്പൊ പറഞ്ഞത്, കുഞ്ഞിനെ നശിപ്പിക്കാനോ. എന്റെ ഭഗവതി, സത്യത്തിനും നീതിക്കും സന്ധ്യാദീപവും വയ്ക്കുന്ന ഒരു തറവാട്ടിലേക്ക് പെണ്ണിനെ കൊടുത്തെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ട് ഇതിപ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് വിഷ്ണുവും അച്ഛനുമൊക്കെ. ഞാനിപ്പോ കേട്ടതൊക്കെ സത്യമാണോ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് സത്യഭാമ. സത്യമായാലും ഇല്ലെങ്കിലും കേട്ടതൊക്കെ ചെവിയിൽ സൂക്ഷിച്ചാൽ മതി സത്യഭാമേ. ഇതിപ്പോ ഞാൻ എന്റെ മകനോട് പറഞ്ഞതാണ്, അന്യരത് ഏറ്റെടുക്കേണ്ട കാര്യം ഇല്ല. നേരം വിഷ്ണുവിന്റെ അച്ഛൻ രാഘവൻ ചോദിക്കുകയാണ്, അന്യരോ, എന്താ വസുമതി അമ്മ ഈ പറയുന്നത്. നമ്മളിപ്പോ ഒരു കുടുംബം തന്നെയല്ലേ, ഇപ്പോ എന്റെയും നിന്റെയും എന്നൊക്കെയുണ്ടോ നമ്മൾ തമ്മില്. അത് കേട്ട് വസുമതി ചോദിക്കുകയാണ്, അതെങ്ങനെ ശരിയാവും രാഘവൻ നായരെ. ഞങ്ങള് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്, നേരായ വഴിക്ക് പണം സമ്പാദിച്ച് ചിലവാക്കുന്ന സാധാരണ ആൾക്കാര്.
പലിശയ്ക്ക് കൊടുത്ത കാശ് നക്കി കുടിക്കുന്നവരല്ല. അല്ലെങ്കിലും കഴുതയും കുതിരയും ഒരു വണ്ടിയിൽ കെട്ടാൻ പറ്റില്ലല്ലോ ആർക്കും. നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തപ്പോൾ എന്റെ മോന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇതൊക്കെ കേട്ട് കോപം കൊണ്ട് ജ്വലിക്കുകയാണ് സത്യഭാമ. വീണ്ടും വസുമതി പറയുകയാണ്, അത് ഇനിയെങ്കിലും തിരുത്തണം, അല്ലെങ്കിൽ തിരുത്തിക്കണം, അതാണ് എന്റെ ഉദ്ദേശവും. ഇത് കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, മതി നിർത്ത്, എന്തറിഞ്ഞിട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുള്ളുന്നത്? എന്താന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വിഷ്ണുവിനെ തടുക്കുകയാണ് രാഘവൻ. അച്ഛ, അവര് പറഞ്ഞു കേട്ടില്ലേ, അടങ്ങടാന്ന് വീണ്ടും പറയുകയാണ് രാഘവൻ നായർ. നേരം അർജുന്റെ അനിയത്തി ചിത്ര പറയുകയാണ്, ഛേ, ഒരുത്തൻ പട്ടി കുരച്ച് ചാടുന്നത് പോലെ നമ്മുടെ അമ്മയുടെ നേർക്ക് വന്നത് കണ്ടില്ലേ? എന്നിട്ടൊരു പെൺകോന്തനായിട്ട് ഏട്ടൻ ഇങ്ങനെ ഇവിടെ വെറുതെ മിണ്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ എന്ന് അർജുനെ നോക്കി ചോദിക്കുകയാണ് ചിത്ര. കേട്ട് ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ്, ചി നശൂലമേ, എന്റെ മോനെ നീ എന്താടി വിളിച്ചത്? അന്നേരം വസുമതി പറയുകയാണ്, വിളിച്ചത് കുറഞ്ഞുപോയി. അവനെ പട്ടിയെന്നല്ല മരപ്പട്ടിയെന്ന് വിളിക്കണമായിരുന്നു. അതല്ലേ പിന്നിൽ നിന്ന് കുരയ്ക്കുന്നത്? തന്തയെക്കാളും വലിയൊരു മകൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യഭാമ ദേഷ്യം കൊണ്ട് ചോദിക്കുകയാണ്, എന്തു പറഞ്ഞടി നീ? അത്രയും പറഞ്ഞ് വസുമതിയുടെ കഴുത്തിന് പിടിക്കുകയാണ് സത്യഭാമ. രാഘവൻ നായരും വിഷ്ണുവും ചേർന്ന് സത്യഭാമയെ പിടിച്ചു മാറ്റുമ്പോൾ അർജുനും ചിത്രയും ചേർന്ന് വസുമതിയെ പിടിച്ചു മാറ്റുകയാണ്. അർജുൻ പറയുകയാണ്, മതിയമ്മേ, ദയവ് ചെയ്ത് അമ്മയൊന്നും മിണ്ടാതിരിക്കണം. ഇണങ്ങി പിരിയേണ്ടവരല്ല നമുക്ക്, എല്ലാം നമുക്ക് സംസാരിച്ചു തീർക്കാം. അർജുന്റെ കൈ താട്ടി മാറ്റിയിട്ട് ദേഷ്യപ്പെട്ട് വസുമതി ചോദിക്കുകയാണ്, എന്ത് സംസാരം? അവൾ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് കണ്ടില്ലേടാ നീ? അത് കേട്ട് പ്രീതി പറയുകയാണ്, വെറുതെ ഒന്നുമല്ലല്ലോ, ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടല്ലേ. നിന്റെ വീട്ടുകാരെ അപമാനിച്ചിട്ട്? പ്രീതിയുടെ സംസാരം കേട്ട് വസുമതി പറയുകയാണ്, ആഹാ, ഇപ്പൊ മനസ്സിലായല്ലോ രാഘവൻ നായർക്ക്, എന്റെയും നിന്റെയും എന്നൊക്കെയാണ് മോളും പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ട് ഈ ലോകത്ത്. അർജുനെ നോക്കിയിട്ട് വസുമതി പറയാണ്, ആ, എനിക്കൊരു ആൺകുട്ടി പിറക്കാതെ പോയി, 2 പെറ്റതിലൊന്ന് പാഴ്. എന്നിട്ട് ചിത്രയോട് പറയുകയാണ്, വാടി, നമുക്കിറങ്ങാം ഇവിടെ നിപ്പോ തന്നെ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വീട്ടുകാര് കൂടെ വന്ന് കേറിയില്ലേ, ഇനി നീ ഇവരുടെ കൂടെ ജീവിച്ചോ. നമുക്കൊരു സ്ഥാനവും ഇല്ല ഇവിടെ, നമുക്ക് നാട്ടിൽ പോയി ജീവിക്കാം. തുനിഞ്ഞിറങ്ങുന്ന വസുമതിയെ തടുത്തുകൊണ്ട് അർജുൻ പറയാണ്, അമ്മേ പ്ലീസ്, അമ്മ പോകരുത്, അമ്മ വേണം ഇവിടെ എന്റെ അടുത്ത്. അതിനാദ്യം നീ ഒരു ആണാണെന്ന് തെളിയിക്കടാ. നിന്റെ ഭാര്യ ആദ്യം മാപ്പ് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിളിക്കട്ടെ, അപ്പൊ ഞങ്ങൾ തീരുമാനിക്കും പോകണമോ വേണ്ടയോ എന്ന്. ഇത് കേട്ട് അർജുൻ ചെന്ന് പ്രീതിയോട് പറയണം, പ്രീതി പ്ലീസ്, സോറി അർജുനേട്ടാ, മാപ്പ് പറയാൻ എന്നെ കിട്ടില്ല. നമ്മുടെ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാൻ പറഞ്ഞ് അവരൊരു സ്ത്രീയാണോ എന്നാണ് ഇപ്പൊ എന്റെ സംശയം. തെരുവിൽ 10 രൂപയ്ക്ക് ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾ പോലും സ്വന്തം മകന്റെ കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ പ്രീതിയെ ആഞ്ഞടിക്കുകയാണ് അർജുൻ. അടികൊണ്ട് വയറിടിച്ച് താഴെ വീഴുകയാണ് പ്രീതി. വീണ പ്രീതി വേദന കൊണ്ട് അമ്മ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. വീണ്ടും കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുമുറ്റമാണ്. അർജുനോട് സത്യഭാമ പറയാണ്, പോലീസും വിജിലൻസും എൻഫോഴ്സ്മെന്റും ഒന്നും ഇവിടെ കയറാറില്ല ബ്ലേഡ് സത്യഭാമയുടെ വീട്ടിൽ. വക്കീലിന് എന്താണാവോ ഇവിടെ കാര്യം? വക്കീലായിട്ടല്ല, പ്രീതിയുടെ ഭർത്താവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സത്യഭാമയുടെ മരുമകനായിട്ട്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, ഓഹോ, സത്യഭാമയുടെ മരുമകൻ, അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്നും ഇറങ്ങണം, ഈ മുറ്റത്തു നിന്നും. 1/2 മിനിറ്റ് കൊണ്ട് കടിച്ചു കീറാൻ ശേഷിയുള്ള നായ്ക്കൾ കിടപ്പുണ്ട് കൂട്ടിനുള്ളിൽ. അർജുൻ പറയുകയാണ്, ഇറങ്ങാം, പക്ഷെ അങ്ങനെ ഇറങ്ങുമ്പോൾ അതെന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് വേണമെന്നാണ് കരുതുന്നത്. ഓഹോ, കാര്യങ്ങളൊക്കെ അത്രയ്ക്കെത്തിയോ? ഞാനത് അറിഞ്ഞില്ലല്ലോ. ഭാര്യയെ വിളിച്ചു കൊണ്ടുപോകാനാണ് നീ വന്നതെങ്കിൽ കൊണ്ടുപോയിക്കോ, നിന്റെ ഭാര്യയല്ലേ, നിന്റെ അവകാശം. പക്ഷെ അതിനു മുമ്പ് ഇവിടത്തെ നാട്ടുകാരെ എല്ലാം ഈ മുറ്റത്ത് വിളിച്ചു വരുത്തും ഞാൻ. നിന്റെ മകൾ ഭർത്താവിനെ പിരിഞ്ഞിരിക്കുകയാണെന്ന് മാത്രമല്ല, അവൾ ഭർത്താവിനൊപ്പം തിരിച്ചു പോയെന്നു കൂടി നാട്ടുകാരറിയണ്ടേ? അറിയണ്ടേ എന്ന് അർജുനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് സത്യഭാമ. അതിനുശേഷം പിള്ളച്ചേട്ടാന്ന് വിളിക്കുകയാണ് സത്യഭാമ. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് നിറയെ ആൾക്കാരാണ്. അവിടെ അർജുനും പ്രീതിയും എല്ലാവരും ഉണ്ട്. മറുത്ത കസേലയിലിരുന്നുകൊണ്ട് സത്യഭാമ പറയുകയാണ്, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, വീടിനൊരു നീതി നാടിനൊരു നീതി എന്ന് വിശ്വസിക്കുന്നവളല്ല ഈ സത്യഭാമ. എന്റെ നാടിന്റെ നീതി തന്നെയായിരിക്കും എന്റെ വീടിനും. അതിനുശേഷം അർജുനെ ചൂണ്ടി പറയുകയാണ്, ഇവൻ എന്റെ മരുമകനാണ്, ആചാരപ്രകാരം അഗ്നിസാക്ഷിയായി എന്റെ മകളുടെ കഴുത്തിൽ താലി ചാർത്തിയ പുരുഷൻ. എന്നിട്ടും താലിയറ്റവളെ പോലെ എന്റെ മകൾക്ക് കുറച്ചു കാലം ഇവിടെ ജീവിക്കേണ്ടതായി വന്നു. ഇപ്പോൾ ഇവന് ഭാര്യയായി അവളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. സന്തോഷത്തോടുകൂടി ഞാൻ സമ്മതിക്കുകയാണ്. ഇവന് ഇവളെ ഇവിടെ നിന്നും കൈപിടിച്ച് ഇറക്കിക്കൊണ്ട് പോകാം. പക്ഷെ നിങ്ങളുടെയും എന്റെയും മുൻപിൽ വെച്ച് എന്റെ മകളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം ഇവൻ. കേട്ട നമ്പരൊക്കെയാണ് അർജുൻ. അമ്മയെന്ന് വിളിക്കുകയാണ് പ്രീതി. എന്താടി, നൊന്തോ നിനക്ക്? എന്റെ വയറ്റിൽ കുരുത്ത ജീവനെ അരുംകൊല ചെയ്ത അധമനാണ് ഇവൻ മാപ്പ് പറയണം. അർജുൻ മാപ്പ് പറയുമോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.